എല്ലാവരെയും ഇൻഫിഡൽസിൻ്റെ ഇസ്ലാമിലെ ഫത്വകൾ എന്ന് പറഞ്ഞ സീരീസിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു പ്ലേലിസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഈമാനുള്ള നമ്മുടെ സഹോദരന്മാർക്ക് ഇസ്ലാം ദീനിൻ്റെ ഫത്വകൾ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മറ്റേതിൻ്റെ കൂടെ മിക്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്ലേലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് അങ്ങോട്ടേക്ക് അവിടെ ഇവിടെ തൊടാതെ ആ പ്ലേലിസ്റ്റ് മാത്രം, അതായത് മറ്റേ തെറ്റ് കഴിഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പരിപാടികളൊക്കെ അപ്പുറപ്പുറമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചൊക്കെ അതിലേക്ക് ഇങ്ങോട്ട് നേരെ കയറിയിട്ട് ആ ഫത്വ ഇങ്ങോട്ട് കാണാം. മഹല്ല് കമ്മിറ്റിക്ക് ഷെയർ ചെയ്യാനുള്ളവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണ് പ്രസ് ചെയ്യുക. വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പ്രത്യേകം ഓതെടുത്തിട്ട് തൊടുകയാണെങ്കിൽ അത് നല്ലത്. ഫത്വേൻ്റെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഓതെടുക്കുന്നത് പ്രത്യേകം നന്നാവും. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഫത്വയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഫത്വയല്ല, ഇന്ന് കേൾക്കാൻ പോകുന്ന ഫത്വയാണ്. ഇന്നത്തെ ഇത് വായിക്കാൻ തന്നെ എനിക്ക് നാണക്കേടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നില്ല എന്നുള്ള സംഭവം വെച്ചത്. അപ്പം ഇന്നത്തെ ഫത്വ എന്താണെന്ന് കേട്ട് നോക്കാം. കേട്ടിട്ട് കൊള്ളാവുന്ന ഫത്വയാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. കൊള്ളാവുന്നതാണെങ്കിൽ എടുത്താൽ മതി അല്ലേ? അപ്പോൾ എന്താണ് ഈ ഫത്വയ്ക്ക് ആധാരമായിട്ടുള്ള ഇന്നത്തെ ഈ ഫത്വയ്ക്ക് ആധാരമായിട്ടുള്ള ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ചോദിക്കുന്നത് ആരാണെന്നുള്ളത് പ്രസക്തിയില്ല, ചോദ്യത്തിനാണ് പ്രസക്തി. ചോദ്യത്തിലേക്ക് കിടക്കാം. ഉത്തരല്ല. അവർ വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ചാല് ആരിഫ് പറഞ്ഞതാണ് ശരി എന്നുള്ളതാണ്. ഉസ്താദെ, ഇവിടെ 2-3 ചോദ്യങ്ങളുണ്ട് ആരിഫിന്റെ. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പറയാൻ കാരണം എന്താണ്, അബുദാബിന്ന്, ഖത്തറിന്ന്, കുവൈറ്റിന്ന്, മസ്കറ്റിൽ നിന്നൊക്കെ ഓരോരുത്തരും വിളിക്കണം. എന്തുകൊണ്ട് ഉമ്മയെ വ്യഭിചരിക്കലും ഷിർക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് ഉസ്താദിനോട് ആരിഫ് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഉസ്താദിന് പറഞ്ഞുകൂടാ ഉമ്മയെ വ്യഭിചരിക്കലാണ്, അത് ആർക്കാ അറിയാൻ പാടില്ലാത്തത്, എന്തുകൊണ്ട് ഉത്തരം ഉസ്താദ് പറഞ്ഞില്ല, ആ ഉത്തരം ഉസ്താദ് പറഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല, ശരിക്കറിയില്ല, മതപരമായിട്ട് പഠിച്ചിട്ടില്ല. ഇപ്പൊ ഉസ്താദ് പറഞ്ഞിട്ട് വേണം അതിന്റെ അറിവ്. ഇപ്പൊ ആ ചോദ്യം ഉസ്താദിന്റെ മുന്നിൽ വെക്കുകയാണ്. ഉമ്മയെ വ്യഭിചരിക്കലാണോ ശിർക്ക് ചെയ്യലാണോ ഏറ്റവും വലിയ കുറ്റം? ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഉമ്മയെ വ്യഭിചരിക്കണം. സാധാരണ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ദൈനംദിനമായിട്ട് കടന്നു വരാവുന്നൊരവസ്ഥയാണ് ഉമ്മയെ വ്യഭിചരിക്കണോ ഷിർക്ക് ചെയ്യണോ എന്നുള്ളത്. ആ ഒരു പ്രസക്തമായ ചോദ്യമാണ് നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് ഉസ്താദ് അതിനെന്താണ്, നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നതാണ് ഉമ്മയെ വിചാരിക്കലാണ് തെറ്റെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉസ്താദ് ഏതൊരു സാഹിബ് എന്താ പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം. ഈ മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ കഠിനമായ തെറ്റ്. ഈ മനസ്സിലാക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ വ്യഭിചരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. അതാണ് ഇതിൽ വ്യത്യാസം. അതല്ലേ പറയാം, അതിനുള്ള സമയം വേണ്ടിയത്. ഈ മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ കഠിനമായ തെറ്റ്. ഈ മനസ്സിലാക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ വ്യഭിചരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. അതാണ് ഇതിൽ വ്യത്യാസം. അതല്ലേ പറയാം, അതിനുള്ള സമയം വേണ്ടിയത്. ദീന് സംഭവം സൂപ്പർ സാധനമാണ് ഉസ്താദ് പറയണത്. ദീന് മനസ്സിലാക്കിയെടുത്തോളം സംബന്ധിച്ചിടത്തോളം എന്താണ്, ഷിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ തെറ്റ്. മാതാവിനെ വിചാരിക്കില്ല അത്ര വലിയ തെറ്റൊന്നുമല്ല. ദീന് മനസ്സിലാക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ വിചാരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്, ഷിർക്ക് അതിൻ്റെ താഴെ വരുന്നതാണ്. അപ്പോൾ ശരിക്കും ദീന് മനസ്സിലാക്കണമാണോ നല്ലത്, മനസ്സിലാക്കാത്തതാണോ നല്ലത്? മനസ്സിലായില്ല. അത് എന്താ ഉസ്താദ് ഉദ്ദേശിച്ചത് നമുക്കൊന്നുകൂടെ കേട്ടോ. ഇപ്പോൾ പറഞ്ഞതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് തോന്നുന്നു. ചിലപ്പോൾ എനിക്ക് ഞാൻ കേട്ടത് തെറ്റിയായിരിക്കില്ല, അതല്ലേ ഞാൻ കേട്ടത് അങ്ങനെയാണ്. ഈ മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ കഠിനമായ തെറ്റ്. ഈ മനസ്സിലാക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ വ്യഭിചരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. അതാണ് ഇതിൽ വ്യത്യാസം. അതല്ലേ പറയാം, അതിനുള്ള സമയം വേണ്ടിയത്.
സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പൊളിച്ചേനെ. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇവിടെ ദീന് മനസ്സിലാക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ആൾക്കാർ പറയും പഠിച്ചിട്ട് വിമർശിക്കുക. അപ്പോൾ ഇത് പഠിച്ചിട്ട് വിമർശിക്കണ പോയിട്ട് പഠിച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലോ പഠിച്ചോനെ. വീട്ടിൽ ഉമ്മമാർക്ക് സ്വൈര്യം കിട്ടും. ഇപ്പോൾ ഇതിപ്പോൾ ഷിർക്കാണോ ഏറ്റവും വലിയ തെറ്റ്, ഉമ്മയെ വ്യഭിചരിക്കലാണോ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ളൊരു കണ്ടീഷൻ ഈ പുസ്തകം ഉണ്ടായതുകൊണ്ടാണ് പലരും ഇത് ചെയ്യാത്തതെന്നാണ് പറയുന്നത്. സാധാരണ യുക്തിവാദികളോടൊക്കെ ചോദിക്കൽ എങ്ങനെയാണ്, ഇതിപ്പോൾ ഉസ്താദ് പറയണത് അത് വലിയ കുഴപ്പമില്ല, ഷിർക്ക് ചെയ്യാണ്ട് നോക്കിയാൽ മതി എന്നാണ്. എന്താ കാട്ടുക? ഈ മാന്യദ്ദേഹം മാത്രമാണോ അത് പറഞ്ഞതെന്ന്? വേറൊരു മഹാനും കൂടെ ഇതേപോലെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് കേട്ട് നോക്കിയാലോ അല്ലേ? ചിലപ്പോൾ ആ മഹാനെ കുറച്ചുകൂടെ ചിലപ്പം വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. എന്നാൽ ജനങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആളുകൾ തൗഹീദുള്ളവർ അവർ പറയും ഞങ്ങൾക്ക് വിശ്വാസം അറിയാം, അഖീദ അറിയാം, ഞങ്ങൾ തൗഹീദ് പഠിച്ചിട്ടുണ്ട്, ശിർക്കില്ലാത്തവരാണ്. ഒരിക്കൽ ഒരു അധ്യാപകൻ അയാൾ തൻ്റെ വിദ്യാർത്ഥികൾക്ക് തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൗഹീദാണ് പഠിപ്പിക്കുന്നത്. വീണ്ടും 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 അത് തന്നെ പഠിപ്പിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളിൽ ചിലർ പറഞ്ഞു, നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നാലോ, ഞങ്ങൾക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട്, വേറെന്തെങ്കിലും വിഷയം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. അടുത്ത ദിവസം അദ്ദേഹം തൻ്റെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ കുട്ടികളോട് പറഞ്ഞു, എൻ്റെ അയൽവാസിയായ ആൾ, അയാളുടെ കയ്യിൽ ഞാൻ ഇന്നലെ ഒരു ഉറുക്ക് കണ്ടു, ഒരു ഏലസ് കിട്ടിയിട്ടുണ്ട്, ഉറുക്ക്. അത് കേട്ടപ്പോൾ ഈ വിദ്യാർത്ഥികൾ അവർ പറഞ്ഞു, ജാഹിൽ, വിവരമില്ലാത്തവൻ, എന്തിനു കൊള്ളാം, അവനെന്തിൽ പഠിച്ചിട്ടുണ്ടോ? അവരത്ര പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്ലാസ്സിലേക്ക് വന്നതിന് ശേഷം പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഒരാൾ, അയാൾ തൻ്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുവുമായി വ്യഭിചാരത്തിലേർപ്പെടെ അയാളെ ജനങ്ങൾ പിടികൂടി. വളരെ അടുത്ത ബന്ധുവുമായി വ്യഭിചാരത്തിലേർപ്പെടുന്ന സന്ദർഭം. ഉദാഹരണത്തിന് കാര്യം മനസ്സിലാകാൻ വേണ്ടി പറയും, മാതാവുമായി എന്ന് വിചാരിക്കുക. സ്വാഭാവികം. കുട്ടികൾ ഇത് കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ചു. അവർ പറഞ്ഞു, അവനെ നമ്മൾ അങ്ങനെയാക്കണം, ഇങ്ങനെയാക്കണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ഞാൻ തൗഹീദ് നിങ്ങളെ ആവർത്തിച്ചു പഠിപ്പിക്കുന്നത് എന്ന്. ഇതാണ് അതിൻ്റെ കാരണം. ഒരാൾ ഉറുക്ക് കെട്ടി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളത് വലിയ ഗൗരവമുള്ള കാര്യമായി എടുത്തില്ല. എന്നാൽ ഒരാൾ വ്യഭിചാരത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ധാർമ്മിക രോഷം, ഏതാണ് ഏറ്റവും ഗൗരവമുള്ള തിന്മ? ശിർക്കാണ്. വ്യഭിചാരം ഒരാൾ ചെയ്താലും അയാൾ നരകത്തിൽ പ്രവേശിച്ചാൽ തന്നെയും അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ട് തൗഹീദുണ്ട് എങ്കിൽ. എന്നാൽ ഒരാൾ ശിർക്ക് ചെയ്താൽ അയാൾ ഒരു ദിവസം പോലും വ്യഭിചരിച്ചിട്ടില്ല എങ്കിലും ഒരിക്കൽ പോലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു ദിവസം പോലും, ഒറ്റ ദിവസം പോലും. എന്താണ് അതിന്റെ ഗൗരവം? അല്ലാഹു അല്ലാത്തവരെ ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹു അല്ലാത്തവരോട് സഹായത്തേട്ടം നടത്തിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ, ശിർക്കിലായിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ ഒരു ദിവസം പോലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒറ്റ ദിവസം കൂടെ കേടൂല. അതിൽ താഴെയുള്ള എന്തെല്ലാം തിന്മകൾ അയാൾ ചെയ്താലും അയാൾക്ക് തൗഹീദുണ്ട് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ അഹബ്ബു ഇലൈ മിൻ അൻ അഹ്ലിഫ ബിഗൈരില്ലാഹി സാദിഖ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ കള്ളസത്യം ചെയ്യുന്നതാണ് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ശരിയായി സത്യം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ലേശം നോണ പറഞ്ഞാലും കുഴപ്പമില്ല. അള്ളാഹു തന്നെ സത്യം എന്ന് പറഞ്ഞിട്ട് കളവ് പറയുന്നതാണ് ബദരീങ്ങൾ തന്നെയാകുന്നു സത്യം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം. എന്താ കാരണം? എന്താ കാരണം? ഇങ്ങനെയുണ്ട്. നല്ലൊരു ചോദ്യവും കിടിലെ രണ്ടാൾക്കാരെ പത്ത്, ഒരാളല്ല രണ്ടാൾ. ലേശം അള്ളാൻ്റെ പേര്, അള്ളാൻ്റെ വെച്ചിട്ട് ലേശം നോണ പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. പക്ഷെ ബദരീങ്ങളെ കാക്കണേന്ന് വിളിച്ച് കഴിഞ്ഞാൽ പണ്ടാരടങ്ങി പോകും. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ ലോകത്ത് എന്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു ധാർമ്മികതയുടെ ഒരു കോർ പോയിൻ്റാണ്. അവിടെയാണ് ഇസ്ലാമും ധാർമ്മികതയുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ ധാർമ്മികത എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് നയിക്കുന്ന
സമൂഹത്തിന് ഗുണത്തിന് വേണ്ടി പെരുമാറേണ്ട ചട്ടങ്ങളാണ് നമ്മൾ ധാർമ്മികമായിട്ട് കാണുന്നത്. ആ ധാർമ്മികതയുമായിട്ട് ഇസ്ലാമിനൊരു ബന്ധമില്ല. ഇസ്ലാമിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈഗോ ആണ്. അള്ളാഹുവിനെ പേര് മാറി വിളിച്ച് അല്ലെങ്കിൽ ദൈവത്തിനെ പേര് മാറി വിളിച്ചിട്ട് അതിൽ ആൾക്കാരുടെ പേരും അഡ്രസ്സൊക്കെ ഒന്ന് മാറിപ്പോയി. നമ്മൾ അയച്ച കത്തിൻ്റെ അഡ്രസ്സ് മാറിപ്പോയതാണ് മൂപ്പര് ഏറ്റവും വലിയ പ്രശ്നം. അതിനും വലിയ പ്രശ്നമൊന്നുമല്ല മാതാവിനെ വ്യഭിചരിക്കുന്നതും പെങ്ങളെ വ്യഭിചരിക്കുന്നതൊന്നും. ഇതാണ് ഇസ്ലാമിൻ്റെ ധാർമ്മികത. എങ്ങനെയുണ്ട്? സൂപ്പർ ഫത്വയല്ലേ ഇത്? 2 ആളെ ഫത്വയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓരോ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് സമൂഹത്തിലേക്ക്. ഈ സമൂഹത്തിലേക്ക് ധാർമ്മികമായിട്ട് ബാക്കിയുള്ളവരുടെ മേലൊക്കെ ആരോപിക്കുന്ന ആരോപണങ്ങളാണ് പറയണത്. എന്ത് ചെയ്താലും ഇപ്പം ഇയാൾ ഐജീദ് എന്ന് പറഞ്ഞ സലഫി പണ്ഡിതൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ എന്ത് തോന്നിയാസം ചെയ്താലും തൗഹീദ് വിടാഞ്ഞാൽ മതി. എന്ത് തോന്നിയാസം ചെയ്യാം. തൗഹീദിൽ അള്ളാഹുവിൽ പങ്ക് ചേർക്കാതെ അവനക്ക് എന്ത് തോന്നിയാസം ചെയ്താലും ഒരു കുഴപ്പമില്ല. അവനെന്ത് ചെയ്യും? ഇനി അത്യാവശ്യം ചെറിയ പൊള്ളലൊക്കെ നരകത്തിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടിരുന്ന് പൊള്ളിച്ചിട്ട് ഒരു വറവിട്ടിട്ട് എടുക്കുമെന്നല്ലാതെ സ്വർഗത്ത് കയറും ഫൈനലി അവസാനം. അവന് സംഭവം ഉറപ്പാണ്. തൗഹീദ് വിടാഞ്ഞാൽ മതി. ഇതാണ് ഇസ്ലാമിൻ്റെ ധാർമ്മികതയുടെ ഏറ്റവും കിടിലൻ സാധനമാണത്. എന്നിട്ട് ഈ ആൾക്കാരാണ് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യുക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ധാർമ്മികത എന്ന് പറയുന്ന ആളുകളോട് ഇതേ ആളുകളാണ് വന്നിട്ട് ഉപദേശം തരിക. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഫത്വേൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ആലോചിച്ച് നിങ്ങൾ, ഒരാൾ സ്വന്തം മാതാവിനെ റേപ്പ് ചെയ്തെന്ന് കൂട്ടുക, ഒരു പിഞ്ചു പൈതലിനെ റേപ്പ് ചെയ്തെന്ന് കൂട്ടുക. അങ്ങനെ ഒരാൾ, ഒരു മൊയ്ലിയാർ എന്നെ കൂട്ടിക്കുക, അല്ലെങ്കിൽ ഈമാനുള്ളൊരു മൊയ്ലിയാർ, മൂപ്പർക്ക് സെലഫിയാന്ന് കൂട്ടിക്കുക. ഇനിയിപ്പം തൗഹീദിൻ്റെ വിഷയത്തിൽ ഒരു ഡൗട്ട് വേണ്ട. ഒരു സെലഫി മൊയ്ലിയാർ KNM-ൻ്റെ ആളാണ് കൂട്ടിക്കുക. അപ്പുറത്തെ സൈഡിൽ എന്താണ്, നമ്മളൊരു സദാശിവേട്ട മൂപ്പര് ശബരിമലക്ക് മാലിട്ടിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? ശബരിമലക്ക് പോകുന്നു. ഇതിലാരാണ് ഏറ്റവും വലിയ പാവി? ആരാണ്? മൊയ്ലിയാരാണോ സദാശിവേട്ടനാണോ? അള്ളാഹുവിൻ്റെ മുമ്പിലും ഇസ്ലാമിൻ്റെ മുമ്പിലും ഏറ്റവും വലിയ ഭാവി സദാശിവേട്ടനാണ്. അങ്ങനെയുണ്ട്. എന്ത് സന്ദേശമാണ് ഈ ഒരു ഫത്വയിൽ നിന്ന്, ഇതേപോലുള്ള ഉപദേശങ്ങളിൽ നിന്നും സമൂഹത്തിന് കൊടുക്കുന്നത്? സമൂഹത്തിന് മുമ്പിൽ എന്താണ്? വൻ പാപങ്ങളുടെ ലിസ്റ്റ് ഇട്ടിട്ട് പുസ്തകങ്ങൾ അച്ചടിച്ച് വെച്ചിട്ടുള്ള ഒന്നാമത്തെ പാപമായിട്ട് കാണുന്ന ഈ പാപമാണ് ഏറ്റവും വലുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു പ്രസക്തി ഇല്ലാത്തൊരു സാധനമാണ്. സമൂഹത്തിന് ധാർമ്മികതയുമായിട്ട് ഒരു പ്രസക്തി ഇല്ലാത്തൊരു സാധനമാണ് ഏറ്റവും വലിയ പാപമായിട്ട് ഇസ്ലാം, ഏറ്റവും വലിയ ഫിത്നയായിട്ട് ഇസ്ലാം കാണുന്നത്. അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. അതിന് മേലെ വേറെ ഒരു പാപവുമില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് അയാളൊന്ന് വിമർശിച്ചതൊന്നും പറയണത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അയാളെ തലയിൽ കയറേണ്ട കാര്യമില്ല. അയാളെ മേലേക്ക് വലിഞ്ഞ് കയറേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ആ വ്യക്തി പറഞ്ഞത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ കറക്റ്റാണ്. കാരണം അത് ഖുർആനിൽ നമ്മൾ സൂറത്ത് ലുക്മാനിലെ 13-ാമത്തെ വചനം, സൂറത്ത് നിസായിലെ 48-ാമത്തെ വചനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഷിർക്കല്ലാത്തതെല്ലാം യാ ബുനിയ്യ എന്ന് പറഞ്ഞിട്ടാണ് ലുക്മാൻ സ്വന്തം മകനോട് പറയുന്നത്. ഇതേപോലെ ഷിർക്കിനെ കുറിച്ച് ഏറ്റവും വലിയ പാപമാണെന്നാണ്. സൂറത്ത് നിസായിലെ 48-ൽ പറയുന്നത് ഷിർക്കല്ലാത്തതെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്ന എല്ലാം കൃത്യമായിട്ടാണ് പറഞ്ഞത്. എല്ലാം ഷിർക്കല്ലാത്തത് എല്ലാം പുറത്തു കൊടുക്കുന്ന. ഇനി ഈ പറഞ്ഞ ആളുകളെ എങ്ങനെയാണ് ഖുർആൻ കാണുന്നത്? 98-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ ബയ്യിനയിൽ 6-ാമത്തെ വചനം ഇന്നല്ലദീന കഫറു എന്ന് പറഞ്ഞു തുടങ്ങുന്ന വചനമാണ്. എന്താ അതിൻ്റെ അർത്ഥം? തീർച്ചയായും വേദക്കാരിലെ അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും ജഹന്നം എന്ന നരകത്തിയിൽ ശാശ്വതവാസികളായിരിക്കും. ജഹന്നം എന്ന നരകത്തിലെ നിത്യവാസികളായിരിക്കും. എന്തുകൊണ്ടാണ് അവർ നിത്യനരകത്തിലാകുന്നത്? ഉലായികഹും ഷറുൽ ബരിയ. എന്താണ്? സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ട സൃഷ്ടികളാണെന്നാണ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ, സർവ്വലോക രക്ഷിതാവും കാരുണ്യവാനും കരുണാനിധിയുമായ തമ്പുരാൻ അഡ്രസ്സ് മാറിപ്പോയി പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ അവരെ വിളിക്കുന്നത്. അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് നമുക്ക് അവിടെ കാണേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഉസ്താദ് പറഞ്ഞതോ ഈ നേരത്തെ പറഞ്ഞ സൊലഹെ മൗലവി പറഞ്ഞതൊന്നും നിങ്ങൾ അവരെ മേലേക്ക് ചാടിക്കയറിയിട്ട് കാര്യമില്ല. അവർ പറഞ്ഞത് ഇസ്ലാമാണ്. നമുക്ക് അവർ പറയുന്നത് സമൂഹത്തിന് അപകടമാണെന്ന് പറയാം, പക്ഷെ അത് ഇസ്ലാമല്ല, ഇസ്ലാമിൽ ഇങ്ങനെ സാധനമൊന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ട് വരാൻ നിൽക്കേണ്ട. അത് അവരെ മേലേക്കും പോകണ്ട, നമ്മളെ മേലേക്കും വേണ്ട. അത് ഇസ്ലാമാണ്. ഇസ്ലാം ഇത്രയേ ഉള്ളൂ.
ഇത് ആലോചിച്ച് നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് സമൂഹത്തിന് കിട്ടാൻ പോകുന്നത്? ചിന്തിക്കുക. മറ്റൊരു ഫത്വയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.